ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. നമ്മുടെ പ്രാർത്ഥനയുടെ 21ാമത്തെ പ്രഭാതത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അറിയുന്നു. ആമേൻ. ഈ ദിവസങ്ങളിലെ ചെയിൻ പ്രയറിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും എൻ്റെ വന്ദനം. മതിൽ പണിയുക എന്നൊരാശയത്തിൽ വളരെ പ്രധാനപ്പെട്ട സൂക്ഷിക്കേണ്ട ഒരു മേഖല ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം. കൊരിന്തി സഭയെ നശിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട മേഖലയായിരുന്നു സഭയ്ക്കകത്തുണ്ടായ ദുർനടപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം കൊരിന്തി സഭയുടെ മ്ലേച്ഛമായ അനുഭവങ്ങൾ, അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമുള്ള ആളുകൾ ആ ചർച്ചിനകത്തുണ്ടായിരുന്നു. അതിനെയും അംഗീകരിക്കുന്ന, അതിനെയും അത്രയും വലിയ പാപത്തെയും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരു തലം ആ ചർച്ചിനകത്ത് തുറന്നു. എന്ന് പറഞ്ഞാൽ പാപത്തെ ലഘൂകരിച്ച്, പാപത്തെ അതത്ര കാര്യമില്ല എന്ന് പറയുന്നത് പോലെ കർത്താവിന്റെ കൃപയെ, ഗ്രേസിനെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്ന ആളുകൾ അന്നത്തെ ആ സമയത്തുണ്ടായിരുന്നു. അത് ദൈവസഭയുടെ ആത്മീക ഐക്യതയെ തകർക്കുകയും അതിനകത്തേക്ക് പൈശാചിക തന്ത്രങ്ങൾ അതിശക്തമായിട്ട് കയറുകയും ചെയ്തു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പലതിനോട് നമ്മളങ്ങ് കോംപ്രമൈസ് ചെയ്തിരിക്കുകയാണ് ദൈവസഭ. പലതിനോടും അങ്ങ് കോംപ്രമൈസ് ചെയ്ത് അത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, അത് സാരമില്ല, ഇത് സാരമില്ല എന്ന് പറഞ്ഞ് നമ്മൾ പോലും അറിയാതെ മതിലുകളെ നമ്മളായിട്ട് ഇടിച്ചു കളഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് 6-ാം അധ്യായത്തിൽ. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അതിന് മുമ്പത്തെ വാക്യത്തിൽ ചോദിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരങ്ങളാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ആണോ? ഈ അറിവില്ലായ്മകളാണോ അതോ തിരിച്ചറിവില്ലായ്മയാണോ? എന്താ ഇങ്ങനെ വലിയ പാപങ്ങളിലേക്ക് പോകുന്നതെന്ന് പൗലോസ് ചിന്തിക്കുക. എന്നിട്ട് പറയുന്ന കാര്യം, ക്രിസ്തുവിന്റെ അവയവങ്ങളെ എടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാൻ പറ്റുമോ? ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവൻ ക്രിസ്തുവുമായിട്ട് ഏകാത്മാവുള്ളവനായി തീരുന്നത് പോലെ വേശ്യയുമായിട്ട് പറ്റിച്ചേരുന്നവൻ വേശ്യയുമായിട്ട് ഏകാത്മാവുള്ളവനായി തീരുന്നു. അപ്പോ ദുർനടപ്പ് എല്ലാ കാലഘട്ടങ്ങളിലും ദൈവസഭയ്ക്ക് ഒരു വലിയ പ്രശ്നമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവസഭകൾക്ക് എതിരെ പിശാച് തൊടുത്തുവിടുന്ന അഭിഷക്തന്മാർക്കെതിരെ, വളർന്നു വരേണ്ട തലമുറകൾക്കെതിരെ, കൃപാവരങ്ങളാൽ ജ്വലിക്കേണ്ട ദൈവമക്കൾക്കെതിരെ പണ്ട് നമ്മൾ പ്രസംഗിച്ച് കേട്ടിട്ടുള്ള കാര്യമാണ്. ഒന്നുകിൽ ഒരുത്തനെ സ്ത്രീ സംബന്ധമായ വിഷയത്തിൽ വീഴ്ത്തും, അതല്ലെങ്കിൽ അവനെ പണസംബന്ധമായ വിഷയത്തിൽ വീഴ്ത്തും, അതല്ലെങ്കിൽ അവനെ അധികാര സംബന്ധമായ വിഷയത്തിൽ വീഴ്ത്തും. നമുക്കിതിനെ ഒന്ന് ആത്മാവിലൊന്ന് എതിർത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർ ഇന്ന് രാവിലെ തയ്യാറാകും? ഈ 21ാമത്തെ ദിവസം നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ. കർത്താവേ, എനിക്കെതിരെ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ, എനിക്കെതിരെ ഉണ്ടാകുന്ന ടെംപ്റ്റേഷൻസിനെ, എനിക്ക് എതിരെ ഉണ്ടാകുന്ന ആത്മീക യുദ്ധങ്ങളെ കോംപ്രമൈസ് ചെയ്യാതെ അതിനെ എതിർത്ത് നിൽക്കുവാനുള്ള ഒരു ദൈവകൃപ നമ്മുടെ സഭകൾക്കകത്തൊന്നും ഒരു ദുർനടപ്പിന്റെ ഒരു ചെറിയ കണിക പോലും ഇല്ലാതെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു ആത്മീക തലം നമുക്ക് തുറന്നു കിട്ടാൻ കേരളത്തിലെ സഭകളെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ദൈവദാസന്മാരെ, ഞാൻ ഉൾപ്പെടെയുള്ള ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. ഈ ദിവസങ്ങളിൽ മതിൽ കെട്ടണം. കർത്താവിന്റെ അത്ഭുതകരം നമ്മുടെ കൂടെ ഇരിക്കട്ടെ. ഈ 21ാമത്തെ ദിവസം നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിച്ച് ദേശത്തൊരു മതിൽ കെട്ടാം. നിനക്കും നിന്റെ തലമുറയ്ക്കുമെതിരെ പിശാച് ഒരുക്കിക്കൊണ്ടുവരുന്ന ദുർനടപ്പുകളെ നമുക്ക് ആത്മാവിൽ പൊളിച്ചു കളയാം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ചിന്തകളെയും നമുക്ക് ഇടിച്ചു കളയാം. നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ വിചാരങ്ങളെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി നമുക്ക് പിടിച്ചടക്കാം. ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് പണിയാം. ഗോഡ് ബ്ലസ് യു.